നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അൻവർ എംഎൽഎയുടെ ആരോപണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് CK പത്മനാഭൻ. എല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെ. താഴേക്കിടിയിലുള്ള ഉദ്യോഗസ്ഥന് കേസ് കൈമാറുന്നത് അപഹാസ്യമെന്നും CK പത്മനാഭൻ. കേരള ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക. മാർച്ച് നടത്തി KGOA. സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിനിരക്കാനും ആഹ്വാനം. പതിനെട്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കണം. ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി കേന്ദ്ര പെൻഷൻ സംഘടനകൾ. ധർണ ടെലികോം, ബാങ്കിംഗ് മേഖലകളിൽ നിന്നും വിരമിച്ച സംഘടനകളുടെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. ADGPക്കെതിരായ ആരോപണത്തിൽ CBI അന്വേഷിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. അന്വേഷണം താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് പരിഹാസ്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്നതായും CK പത്മനാഭൻ കണ്ണൂരിൽ ആരോപിച്ചു. അത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ്. പോലീസിലെ വളരെ സമുന്നതനായ ADGPക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ശരിക്കും ദേശീയ ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടി വരും. ഇപ്പോഴ് മുഖ്യമന്ത്രിക്ക് മുകളിൽ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടെന്നാണ് ഇപ്പോഴിതിൽ നിന്ന് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിക്ക് അവരെ ഭയമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ദേശീയ തലത്തിൽ CBIയുടെ അന്വേഷണം വേണ്ടിവരും. ADGPയുടെ ക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കാൻ വേണ്ടി താഴെ തട്ടിലുള്ള അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പെടുത്തിയത് തന്നെ വാസ്തവത്തിൽ അതൊരു പരിഹാസ്യമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം. അത് സാധാരണ രീതിയിലുള്ള ഒരു ആരോപണമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏർപ്പെട്ടിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകൾ അതിന് സംരക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാണ് അൻവർ MLA ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കേവലം ഒരു MLAയും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പിണറായി വിജയനും അൻവറും തമ്മിലുള്ള ഒരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല ഉള്ളത്. അതിനേക്കാൾ അധികം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ഗൗരവമേറിയ വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക തന്നെ വേണം. മാത്രമല്ല ഈ ADGPയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ADGP ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് കീഴുദ്യോഗസ്ഥന്മാരോട് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞാൽ അതൊരിക്കലും നീതിപൂർവമായിരിക്കില്ലല്ലോ. അത് വാസ്തവത്തിൽ ഒരു പരിഹാസ്യമായിട്ടുള്ള ജനങ്ങളെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു നിലപാടാണ്. കാറിൽ തട്ടിക്കൊണ്ടുപോയി പണം കവർന്നതായി പരാതി. ECHO കമാൽപിടിക സ്വദേശി തവക്കൽ ഹൗസിൽ PP റഫീഖിനെയാണ് തട്ടിക്കൊണ്ടുപോയി പണം കവർന്നത്. ചക്കരക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബാംഗ്ലൂരുവിൽ നിന്നും ഇന്ന് പുലർച്ചെ 5 മണിക്ക് കമാൽപിടികയിൽ ബസ് ഇറങ്ങിയപ്പോഴാണ് കാറിലെത്തിയ 6 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന് വഴിയിൽ ഉപേക്ഷിച്ചത്. PP റഫീഖിന്റെ പരാതിയിൽ ചക്കരക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ നഗരത്തിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് താൽക്കാലിക ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായി മേയർ മുസ്ലിം മഠത്തിൽ അറിയിച്ചു. ഉത്സവ ദിനങ്ങളിൽ തളിപ്പറമ്പ് ഭാഗത്തു നിന്നും വരുന്ന എല്ലാ ബസ്സുകളും സ്റ്റേഡിയം വഴി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വിടുന്നതിനാണ് തീരുമാനം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിനോട് ചേർന്ന് ബസ് സ്റ്റോപ്പ് അല്പം മുന്നോട്ട് മാറ്റി സ്ഥാപിക്കുന്നതിനും നടപടി സ്വീകരിക്കും. ഓണാഘോഷ തിരക്കിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് കണ്ണൂർ നഗരത്തിൽ താൽക്കാലിക ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തുന്നതെന്ന് മേയർ പറഞ്ഞു. ഉത്സവ ദിവസങ്ങളിൽ തളിപ്പറമ്പ് ഭാഗത്തു നിന്നും വരുന്ന എല്ലാ ബസ്സുകളും സ്റ്റേഡിയം വഴി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വിടുന്നതാണ് പുതിയ തീരുമാനം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിനോട് ചേർന്ന ബസ് സ്റ്റോപ്പ് അല്പം മുന്നോട്ട് മാറ്റി സ്ഥാപിക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം ഗാന്ധി സർക്കിൾ മുതൽ സിവിൽ സ്റ്റേഷൻ മെയിൻ ഗേറ്റ് വരെയുള്ള ഭാഗത്ത് ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷമീമ ടീച്ചർ, VK ശ്രീലത, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളിയാവൂർ എന്നിവരും കോർപ്പറേഷൻ സെക്രട്ടറി T. അജേഷ്, അഡീഷണൽ സെക്രട്ടറി D. ജയകുമാർ, MK മനോജ് കുമാർ, തഹസിൽദാർ AMVI റോഷൻ MP, ടൗൺ SI ഷമീൽ PP, ട്രാഫിക് SI മനോജ് കുമാർ എന്നിവരും പങ്കെടുത്തു. 44 വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ
കണ്ണൂർ മാരാർജി ഭവനിൽ BJP മെമ്പർഷിപ്പ് ജില്ലാതല ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വകുപ്പ് മന്ത്രിയാണ്. S. ചന്ദ്രശേഖർ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. മലമ്പുഴയിൽ ഞങ്ങളൊരു പഠനശിബിരം നടത്തിയിരുന്നു. ജനതാ പാർട്ടിയുടെ പഠനശിബിരം. ഞങ്ങളൊക്കെ ആ പഠനശിബിരത്തിൽ അംഗങ്ങളായിരുന്നു. അതിൽ സംഘടനാ പ്രമേയം അവതരിപ്പിച്ചത് നമ്മുടെ രാജഗോപാൽജിയാണ്. ഒരുപാട് വിഷയത്തെ സംബന്ധിച്ച് അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള അരങ്ങൽ ശ്രീധരനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ നേതൃത്വം കൊടുത്ത ഒരു പഠനശിബിരമായിരുന്നു. ഈ സംഘടനാ പ്രമേയം അത് അവതരിപ്പിച്ചപ്പോൾ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. സൈക്ലോസ്റ്റൈൻ ചെയ്തിട്ടുള്ള കടലാസുകളാണ്. അതിൻ്റെ ഏറ്റവും ഒരു സമാപനത്തിന് കുറേ ടിക്കുകൾ ഇടുമല്ലോ ഇങ്ങനെ. ആ ടിക്കുകൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അതൊരു ദീപത്തിൻ്റെ ഒരു രൂപത്തിലാണ് അത് വന്നത്. മേലെ കുറച്ച് ഇങ്ങനെ. ഇപ്പോൾ ദീപം ജനസംഘത്തിൻ്റെ അടയാളമാണ്. വാസ്തവത്തിൽ അത് അവിടെ ചർച്ചാ വിഷയമായി. നമ്മുടെ ജനസംഘത്തിന് എതിരായിട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും സംഘടനാ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടി, പിന്നെ പരിവർത്തനവാദികൾ എന്ന് പറഞ്ഞ് വളരെ BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായി കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തിയ അഷിക സന്തോഷിന് പാർട്ടി അംഗത്വം നൽകിക്കൊണ്ടാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമിട്ടത്. നേതാക്കളായ ബിജു ഏളക്കുഴി, C. രഘുനാഥ്, ജസ്റ്റിസ് M. A. നിസാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. അൻവർ MLAയുടെ ആരോപണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് CK പത്മനാഭൻ. എല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെ. താഴേക്കിടിയിലുള്ള ഉദ്യോഗസ്ഥന് കേസ് കൈമാറുന്നത് അപഹാസ്യമെന്നും CK പത്മനാഭൻ. കേരള ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക മാർച്ച് നടത്തി KGOA. സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിനിരക്കാനും ആഹ്വാനം. പതിനെട്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കണം. ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി കേന്ദ്ര പെൻഷൻ സംഘടനകൾ. ധർണ ടെലികോം, ബാങ്കിംഗ് മേഖലകളിൽ നിന്നും വിരമിച്ച സംഘടനകളുടെ നേതൃത്വത്തിൽ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Irikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ ഓണം വന്നേ തിരുവോണം വന്നേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണം ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ KGOA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കലക്ടറേറ്റിന് മുന്നിൽ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു സമരം ഉദ്ഘാടനം ചെയ്തു. ആ സമ്മേളനം അംഗീകരിച്ച പരിപാടി പ്രമേയം മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മെ ഏവരെയും വല്ലാതെ ബാധിക്കുന്ന 6ഓളം മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലേക്കും കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തലസ്ഥാനത്ത് രാജ്ഭവന് മുന്നിലേക്കും കേരളത്തിലെ ഗസറ്റഡ് ഓഫീസർമാർ ഇത്തരത്തിലുള്ള ആവേശോജ്വലമായ ഉജ്ജ്വലമായ മാർച്ചിലും ധർണയിലും പങ്കാളിയായിട്ടുള്ളത്. കേരളത്തിലെ ജനപക്ഷ ബദൽ സർക്കാരിന് പിന്തുണ നൽകുക, സ്ത്രീപക്ഷ നവകേരളത്തിന് അണിചേരുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുക, മതേതര ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കുക. കേരളത്തിലെ ജീവനക്കാർക്കുൾപ്പെടെ ഇന്ന് ഏറെ ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചുകൊണ്ട് നിർവചിത പെൻഷൻ മുഴുവൻ ജീവനക്കാർക്ക് അനുഭവവേദ്യമാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക നൽകുകയും കഴിഞ്ഞ ശമ്പളവൽക്കരണ കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ ശമ്പളവൽക്കരണ നടപടികൾക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. കാര്യക്ഷമവും അഴിമതിരഹിതവുമായ ഒരു സിവിൽ സർവീസിനായി മുന്നേറുക. അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റ് കാര്യമാക്കുന്ന വിലക്കയറ്റത്തെ അതിരൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ നടപടി സ്വീകരിക്കുക. ഈ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗസറ്റഡ് ഓഫീസർ അസോസിയേഷൻ നടത്തിയിട്ടുള്ള ഈ ഉജ്ജ്വലമായ മാർച്ചും ധർണയും നിങ്ങളുടെ ഓരോരുത്തരുടെ അനുവാദത്തോടു കൂടി കേരള ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക, സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിനിരക്കുക, കേന്ദ്ര ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുക, മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ മൂല്യം സംരക്ഷിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മുഴുവൻ ജീവനക്കാർക്കും നിർവചിത പെൻഷൻ അനുവദിക്കുക, അഴിമതിരഹിതവും കാര്യക്ഷമവുമായ സിവിൽ സർവീസിനായി മുന്നേറുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ധർണ. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ഷാജി അധ്യക്ഷനായി. PP സന്തോഷ് കുമാർ, അനൂപ് കവണിശ്ശേരി, TV സിന്ധു, ഡോക്ടർ KM രശ്മിത, KV ഷിജിത്ത്, TO വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇന്ന് അധ്യാപക ദിനം. ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വാരം UP സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കുഞ്ഞപ്പ മാസ്റ്ററെയും പൂർവ്വ അധ്യാപകനായ CP നാരായണ മാസ്റ്ററെയും ആദരിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റസ് AO ശ്രീ ടീച്ചർ, PTA പ്രസിഡന്റ് ധനേഷ് MV എന്നിവർ ചേർന്നാണ് ഇരുവരെയും പൊന്നാടി അണിയിച്ച് ആദരിച്ചത്. പഠിപ്പിക്കുന്ന രീതിയും പകർന്നു നൽകുന്ന സ്നേഹവും പ്രതീക്ഷ നൽകിയുള്ള കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഓരോ അധ്യാപകനെയും ഒരിക്കലും മറക്കാനാവാത്ത മികച്ച അധ്യാപകരാക്കി മാറ്റുന്നത്. തന്റെ ജീവിതം വിദ്യാർത്ഥികൾക്കായി ഉഴിഞ്ഞുവെച്ച 2 അധ്യാപകരെ ആദരിക്കാൻ ലഭിച്ച ഈ ഒരു മുഹൂർത്തം
വാരം UP സ്കൂളിലെ വിദ്യാർത്ഥികൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത്. ദീർഘകാലം വാരം UP സ്കൂളിൽ സേവനമനുഷ്ഠിച്ച് വിദ്യാലയത്തെ മാറ്റത്തിന്റെ പാതയിലേക്ക് നയിച്ച CP മാസ്റ്ററെയും ലക്ഷദ്വീപിലെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി പരിശ്രമിച്ച കുഞ്ഞപ്പ മാസ്റ്ററിനെയുമാണ് വാരം UP സ്കൂളിൽ ആദരിച്ചത്. സ്കൂൾ HM AOC ടീച്ചർ, PTA പ്രസിഡന്റ് ധനേഷ് MV എന്നിവർ ചേർന്നാണ് CP നാരായണൻ മാസ്റ്ററെയും അധ്യാപക അവാർഡ് ജേതാവായ കുഞ്ഞപ്പ മാസ്റ്ററെയും പൊന്നാട അണിയിച്ച് ആദരിച്ചത്. ചടങ്ങിൽ തോട്ടട വെസ്റ്റ് UP സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ ഗിരീഷ് ബാബു മാസ്റ്റർ, SRG കൺവീനർ, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ പ്രസിഡന്റ് പ്രീന ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി തുഷാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്നേഹ ടീച്ചർ, ദീപിക ടീച്ചർ, ഹിറാഷ് മാസ്റ്റർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അധ്യാപന ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ പങ്കുവച്ചത് കുട്ടികൾക്കും പ്രചോദനമായി. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സ്പോർട്സ് ഫോറം കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകനും മലബാർ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാനുമായ വത്സൻ മടത്തിലിനെ ആദരിച്ചു. പത്മശ്രീ SRD പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഠിച്ചത് എന്ന് മനസ്സിലാവുന്ന, ഇത് സയൻസാണ്, ഇത് കലയാണ്, ഇത് സ്പോർട്സാണ് എന്ന് മനസ്സിലാവുന്ന ഒരു ഘട്ടം. അത് കഴിഞ്ഞിട്ട് അത് ആചരിക്കുന്ന ഒരു ഘട്ടം. ഇവരൊക്കെ അത് ആചരിച്ച ആൾക്കാരാണ്. സ്പോർട്സിൽ നിറഞ്ഞാടിയ ആൾക്കാർ, അതുപോലെ മറ്റ് കലകളിൽ ഒക്കെ നിറഞ്ഞാടിയ ആൾക്കാരാണ്. അതാണ് ആചരണം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമുണ്ട്. അവിടെയാണ് പ്രചാരണം എന്ന് പറയുന്ന ഡിസമിനേഷൻ ഓഫ് നോളജ്. അത് ചെയ്യുന്ന ആൾക്കാരായി മാറി. കാരണം അത് പ്രായത്തിൻ്റെ മാത്രമല്ല, ഒരു പക്വതയുടേത് മാത്രമല്ല, അതൊരു അറിവിൻ്റെ മാത്രം ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ നല്ല അറിവുകൾ എന്ന് പറയുന്നത്. ഇതിനിടെ 2-3 മാസം മുമ്പ് ബറോഡയിൽ ഒരു ചെറിയൊരു ഫംഗ്ഷന് ഞാൻ പോയപ്പോൾ ഇവിടെ രവിവർമ്മേൻ്റെ ചിത്രമുള്ളത് കൊണ്ട് അതിനെ സാക്ഷി നിർത്തി പറയുകയാണ്. രവിവർമ്മേനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ അവിടെ ക്ഷണിച്ചത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞത്, അവിടെ എല്ലാവർക്കും രവിവർമ്മേൻ്റെ ചിത്രങ്ങളെ പറ്റി അറിയാം, അത് വരച്ചിട്ടുള്ളവരാണ്, അവർ ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റാണ്, ബറോഡ സ്കൂൾ ഓഫ് ആർട്സിൽ പഠിക്കുന്നത്. അപ്പോൾ അവരോട് അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇന്നിന്ന് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ദമയന്തി ഹംസത്തോട് പറയുന്നതാണ്, എൻ്റെ പ്രണയം നീ നളനോട് പോയി പറയണം എന്ന് പറയുന്ന ആ രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള രവിവർമ്മേൻ്റെ ചിത്രമാണ്. രവിവർമ്മ പോലും ചെറുപ്പത്തിൽ എവിടുന്നൊക്കെയോ എങ്ങനെയൊക്കെയോ വരക്കാൻ പഠിച്ചു. ആരും അദ്ദേഹത്തെ പഠിപ്പിച്ചില്ല. ഇന്ത്യൻ ഫുട്ബോൾ നായകൻ KV ധനേഷ് അധ്യക്ഷത വഹിച്ചു. ഇന്റർനാഷണൽ റഫറി TV അരുണാചലം സ്വാഗതം പറഞ്ഞു. ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ PV സുനിൽകുമാർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കണ്ണൂർ അഡ്വക്കേറ്റ് KP രാജേന്ദ്രൻ, മിസ്റ്റർ ഇന്ത്യ KV മഹേഷ്, ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ NP നജീബ്, ദേശീയ താരങ്ങളായ അജിത് പാറക്കണ്ടെ, M മോഹനൻ, മുഹമ്മദ് അലി വാരം, C പ്രകാശൻ, സജീവൻ ഗുരുക്കൾ ഏച്ചൂർ തുടങ്ങിയവർ സംസാരിച്ചു. വത്സൻ മഠത്തിൽ മറുപടി പ്രസംഗവും നടത്തി. അപ്പോൾ എൻ്റെ ഈ 10-20 സ്ഥാപനത്തിൻ്റെ ഘടനയിൽ 3 സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് ഇന്ന് അവിടെ തിരുവനന്തപുരത്ത് വെച്ച് അവാർഡുകൾ മേടിക്കുമ്പോൾ എല്ലാ ഫോട്ടോയിലും ഞാൻ നിൽക്കുന്ന ആളാണ്, ഈ അവാർഡ് മേടിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ അതിന് മാറ്റി നിർത്തിയത് എൻ്റെ ഗുരുനാഥനോട് ഞാൻ കൊടുത്ത ഒരു 2 ആഴ്ച മുമ്പേ പറഞ്ഞിരുന്നു ഞാൻ വരും, അത് മാറ്റാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വേദന പോലും ഉണ്ടാക്കാത്തത് ഇന്ന് ഞാൻ പോയിട്ടിലേക്ക് തോന്നുമെന്ന് വെച്ചപ്പോൾ, അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ചായയും ഇഡ്ഡലിയും ഒക്കെ ആയിട്ടങ്ങനെ ഒരു അടുത്ത കുടുംബക്കാർക്കെല്ലാം അറിയാം. പോകുമ്പോൾ തന്നെ അമേരിക്കയിലുള്ള മറ്റൊരു മകൾ എൻ്റെ ഒരു സ്കൂളിൽ BEd കോളേജ് ടീച്ചറായിരുന്നു, ഇപ്പോൾ അവർ അമേരിക്കയിലുള്ള, അവർക്ക് ഉൾപ്പെടെ വീഡിയോ കോളും ചെയ്ത് പോലും നമ്മൾ കാണുകയും സംസാരിക്കാൻ അവസരം. എന്ന് പറഞ്ഞാൽ അത്രയും പരിപാവനമായ ഒരു പ്രസക്തമായ ഒരു ചടങ്ങായിരുന്നു എനിക്ക് രാവിലെ നടന്നത്. കുറ്റ്യാട്ടൂർ ALP സ്കൂളിൽ അധ്യാപക ദിനം ആചരിച്ചു. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ പൊന്നാട അണിയിച്ച് സ്നേഹവിരുന്നും നൽകി ആദരിച്ചു. ആലിഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ 11 അധ്യാപകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി വ്യത്യസ്തമായി പൂച്ചെണ്ടുകൾക്ക് പകരം പൂച്ചെടികൾ സമ്മാനിച്ചു. PTA പ്രസിഡന്റ് MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ A വിനോദ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി AK ഹരീഷ്, മദർ PTA പ്രസിഡന്റ് അഞ്ജു പ്രതീഷ്, SRG കൺവീനർ MK ഷമീറ, PTA വൈസ് പ്രസിഡന്റ് ഷിജു പത്താമൈൽ, സീനിയർ അസിസ്റ്റന്റ് PV ശ്രീജ എന്നിവർ സംസാരിച്ചു. കൂടാതെ അലിഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ 11 അധ്യാപകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി വ്യത്യസ്തമായി പൂച്ചെണ്ടുകൾക്ക് പകരം പൂച്ചെടികൾ സമ്മാനിച്ചു. കൂടാതെ അലിഫ് ക്ലബ് അംഗങ്ങൾ അവരുടെ കൈപ്പടയിൽ പ്രത്യേകമായി അറബിയിലും ഇംഗ്ലീഷിലും തയ്യാറാക്കിയ ആശംസാ കാർഡുകളും ടാഗും അധ്യാപകർക്ക് സമ്മാനമായി നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര പെൻഷൻ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വിരമിച്ചതിന് ശേഷം നൽകുന്ന ഈ പെൻഷൻ അതൊരിക്കലും സർക്കാരിൻ്റെ ഔദാര്യമല്ല, അത് നിങ്ങളെ സംബന്ധിച്ച് അവകാശമാണ് എന്ന് തന്നെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം. ആ അവകാശമാണ് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയും മാന്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ് നിങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ ആവശ്യങ്ങൾ, പൊതു ആവശ്യങ്ങൾ കൂടിയുണ്ട്.
ഇപ്പോൾ കോവിഡ് ഘട്ടത്തിൽ ട്രെയിനിൽ വയോജനങ്ങൾക്കുള്ള കൺസെഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. എന്നാൽ കോവിഡ് കഴിഞ്ഞിട്ട് ആ കൺസെഷൻ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറാവുന്നില്ല. റെയിൽവേയെ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം മെച്ചപ്പെടുത്താനല്ലല്ലോ ശ്രമിക്കുന്നത്. അതിനകത്ത് സ്വകാര്യവൽക്കരണം കൊണ്ടുവന്ന് തീർത്തും ജനവിരുദ്ധമായൊരു സമീപനത്തിലേക്ക് പോവാൻ. ഇപ്പം എന്തുകൊണ്ടാണ് വയോജനങ്ങൾ ഈ ആവശ്യം കൺസെഷൻ വേണം എന്ന നിർബന്ധം നമ്മൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് വെക്കുന്നത്? പുതിയടവൻ നാരായണൻ അധ്യക്ഷത വഹിച്ചു. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, 18ാം ശമ്പള കമ്മീഷനെ നിയമിക്കുക, BSNL പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം 2007 ജനുവരി മുതൽ നടപ്പിലാക്കുക, ബാങ്ക് റിട്ടയറീസ് പെൻഷൻ അപാകതകൾ പരിഹരിക്കുക, തടഞ്ഞുവെച്ച 3 ഗഡു DA DR കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മുതിർന്ന പൗരന്മാരുടെ ട്രെയിൻ യാത്രാ സൗജന്യം പുനഃസ്ഥാപിക്കുക, 65, 70, 75 വയസ്സുകളിൽ നൽകേണ്ട പെൻഷൻ വർധന ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. ടെലികോം, ബാങ്കിംഗ് തുടങ്ങിയ കേന്ദ്ര സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ചവരുടെ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KMV ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. PV രാമചന്ദ്രൻ, VP സോമശേഖരൻ, K പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കേരളത്തിൽ നിലവിലെ ഒറ്റപ്പെട്ട മഴ തുടരും. എന്നാൽ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ശനി ഞായർ ദിവസങ്ങൾക്ക് ശേഷം കൂടുതൽ പ്രദേശങ്ങളിൽ മഴ പെയ്തേക്കും. വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത്. അതേസമയം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കുറവാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതേസമയം രാജസ്ഥാന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞിട്ടുണ്ട്. മധ്യപടിഞ്ഞാറൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം ഒമാൻ തീരത്തിന് സമീപം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞു. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി നേരിയതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയെന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ 8-ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. സെപ്റ്റംബർ 8-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ, വെള്ളി 90 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അൻവർ MLAയുടെ ആരോപണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് CK പത്മനാഭൻ. എല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെ. താഴേക്കിടിയിലുള്ള ഉദ്യോഗസ്ഥന് കേസ് കൈമാറുന്നത് അപഹാസ്യമെന്നും CK പത്മനാഭൻ. കേരള ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക. മാർച്ച് നടത്തി KGOA. സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിനിരക്കാനും ആഹ്വാനം. 18ാം ശമ്പള കമ്മീഷനെ നിയമിക്കണം. ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി കേന്ദ്ര പെൻഷൻ സംഘടനകൾ. ധർണ ടെലികോം, ബാങ്കിംഗ് മേഖലകളിൽ നിന്നും വിരമിച്ച സംഘടനകളുടെ നേതൃത്വത്തിൽ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.